ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഡിജിറ്റൽ അറസ്റ്റ് അത് ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. എനിക്കും വന്നിട്ടുണ്ട്. താങ്കളെ ഡിജിറ്റലായിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, പോലീസ് സൂപ്രണ്ടാണ് സംസാരിക്കുന്നത് എന്നും പറഞ്ഞ് എനിക്കും വന്നു. അപ്പോൾ നമുക്ക് കോമൺ സെൻസിൻ്റെ ഒരു കണിക ഉണ്ടായിരുന്നതുകൊണ്ട് ശരി എന്നെ അറസ്റ്റ് ചെയ്തോളൂ, അപ്പോൾ നിങ്ങൾ പോലീസ് സൂപ്രണ്ടിൻ്റെ മുമ്പിൽ ഹാജരാകണം ഞങ്ങളുടെ ഡൽഹിയിൽ, അല്ലെങ്കിൽ വെർച്വലായിട്ടുള്ള അറസ്റ്റ് ഞങ്ങൾ നടത്തും. ഞാൻ പറഞ്ഞു ആദ്യം വെർച്വൽ അറസ്റ്റ് അങ്ങ് നടക്കട്ടെ, അതിൻ്റെ ഒരു നമുക്കറിയാമല്ലോ. അപ്പോൾ ശരി, ഞങ്ങൾ വെർച്വൽ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾ എന്തോ എൻ്റെ പാസ്പോർട്ടിന് എന്തോ കുഴപ്പം, മറ്റേതിനും എന്തോ കുഴപ്പം, ഞാൻ സമ്മതിക്കും. ശരിയാണ്, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിയമം പാലകരുടെ മുമ്പിൽ കീഴടങ്ങണമല്ലോ, തീർച്ചയായിട്ടും അത് ചെയ്തുകൊള്ളൂ. ഓക്കെ, അപ്പോൾ അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇങ്ങനെ ഡീറ്റെയിൽസ് ഇല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ട്സിൻ്റെ ഡീറ്റെയിൽ ഒരു പോലീസ് ഓഫീസറോട്, ഇന്ത്യൻ പ്രധാനമന്ത്രി ചോദിച്ചാലും പ്രസിഡന്റ് ചോദിച്ചാലും ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതിൻ്റെ അധികാരികൾ വേറെയാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അതിന് കീഴിൽ വരുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അവർ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കും എന്തെങ്കിലും ആവശ്യത്തിന്, അതെൻ്റെ സ്വകാര്യതയാണ്. അതിലൊന്നും കയറി നിങ്ങൾ കളിക്കണ്ട. തൽക്കാലം നിങ്ങളുടെ നമ്പറിൽ ഞാനിപ്പോൾ എനിക്ക് ഇവിടുത്തെ പോലീസ് സൂപ്രണ്ട് എനിക്ക് പരിചയമുള്ള ആളാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പോവുക, ഈ നമ്പർ ഞാൻ അങ്ങോട്ട് കൈമാറാൻ പോവുക. ഫോണിൽ വിളിച്ചാലൊന്നും ചിലപ്പോൾ തിരക്കുകൊണ്ട് അദ്ദേഹത്തെ കിട്ടത്തില്ല. ടപ്പനെ സ്വിച്ച് ഓഫ് ചെയ്ത പോലെ ആ ഡിജിറ്റൽ അറസ്റ്റ് അങ്ങ് നിന്നു. ഈ ഒരു കോമൺ സെൻസ് എല്ലാവർക്കും വേണ്ടതല്ല. ജയറാമിനെ ഞാൻ ആരാധിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ സിനിമയിലെ സംഭാഷണങ്ങളൊക്കെ എനിക്ക് ചിരി തുളുമ്പുന്ന സംഭാഷണങ്ങളാണ്. അദ്ദേഹത്തിനെ ഞാൻ ആരാധിക്കുന്ന ഒരു സിനിമ ആണ്. കാരണം ജയറാം ഉണ്ടെങ്കിൽ ഒരു മിനിമം ഗ്യാരണ്ടിയാണ് സിനിമ.